സ്റ്റേറ്റ് ഹൈവേ 1-ന്റെ ഭാഗമായതും അടൂർ മുതൽ വെട്ടറോഡ് വരെയുള്ള നമ്മുടെ സേഫ് കോറിഡോർ എന്ന് പറയുന്ന റോഡിൻ്റെ പോത്തങ്കോട് എന്ന് പറയുന്ന ജംഗ്ഷനാണത്. ഈ ജംഗ്ഷനിൽ ഇടക്കാലമായിട്ട് അനുഭവപ്പെട്ടു വരുന്ന അനിയന്ത്രിതമായ ട്രാഫിക് ബ്ലോക്ക് ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് മിനിസ്റ്ററുടെ ശ്രദ്ധയിൽപ്പെടുകയും അദ്ദേഹം അത് പഠിക്കുവാനും ചില പരിഹാരങ്ങൾ നിർദ്ദേശിക്കുവാനും തിരുവനന്തപുരം RTO എൻഫോഴ്സ്മെൻറ്റിനോട് ആവശ്യപ്പെട്ടിരുന്നു. അതിന് പ്രകാരം ഞങ്ങൾ നടത്തിയ ട്രാഫിക് മാനേജ്മെൻറ്റ് സ്റ്റഡിയിൽ കുറച്ച് കാര്യങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയും ഇവിടെ പ്രധാനമായിട്ട് ഉണ്ടായിക്കൊണ്ടിരുന്ന ചില പ്രശ്നങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയും അതൊരു പ്രപ്പോസലായിട്ട് ഞങ്ങൾ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഫലമായിട്ട് അത് കഴിഞ്ഞ 26-ാം തീയതി മുതൽ ഞങ്ങൾ ട്രയൽ റൺ എന്ന രീതിയിൽ നടത്തുകയാണ്. അതിൽ പ്രധാനപ്പെട്ടായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് പറഞ്ഞാൽ കന്യാകുളങ്ങര ഭാഗത്തു നിന്നും വെഞ്ഞാറമൂട് ഭാഗത്തേക്ക് തിരിയുന്ന ഇവിടെ ഒരു നോ റൈറ്റ് ഇവിടെ നിന്ന് വെഞ്ഞാറമൂട് തിരിയാൻ കഴിയില്ല, പകരം നമുക്ക് വൺ വേ വഴി തന്നെ കറങ്ങി വെഞ്ഞാറമൂടിലേക്ക് പോകാൻ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ട് അത് മെയിൻ റൂട്ടായ വെഞ്ഞാറമൂട് ടു തിരുവനന്തപുരം റൂട്ട് കുറച്ചുകൂടെ ട്രാഫിക് ഫ്ലോ കുറച്ച് ടൈം നമുക്ക് കൂട്ടി കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയുള്ള അനിയന്ത്രിതമായ പാർക്കിങ്ങുകളെല്ലാം തന്നെ ഞങ്ങൾ ഒഴിവാക്കി. ജംഗ്ഷനിൽ സിഗ്നൽ ഏരിയയിൽ വരുന്ന നിയമവിരുദ്ധമായ പാർക്കിങ്ങുകൾ ഒഴിവാക്കിയിട്ടുണ്ട്. ട്രയൽ റൺ എന്ന രീതിയിൽ നടത്തുകയാണ്. ഇതോടൊപ്പം തന്നെ ഞങ്ങളിവിടുത്തെ വ്യാപാരി വ്യവസായികൾ, പിന്നെ അതുപോലെ കാശി തൊഴിലാളികൾ, അങ്ങനെയുള്ളവരെല്ലാം കാര്യങ്ങൾ സംസാരിക്കുകയുണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ ഒരു എതിർപ്പുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അവരെല്ലാം തന്നെ കൃത്യമായിട്ട് ഇതിനോട് സഹകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു അഭിപ്രായ സർവേ നടത്തിയപ്പോൾ ഞങ്ങൾ 3-4 ദിവസമായിട്ട് ഇതിനോടൊപ്പം തന്നെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. സർവേ നടത്തിയപ്പോഴും ഇത് നിലവിലത്തെ പഴയ പോലെ അല്ല, ഇപ്പോൾ നിലവിലെ നല്ല ഫ്ലോ ഉണ്ടെന്നും ബ്ലോക്ക് ഇല്ല എന്നും തന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ പറയില്ലേ, ട്രയൽ റണ്ണാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, എങ്കിലും കുറച്ച് കാര്യങ്ങളുടെ മാറ്റേണ്ടതുണ്ട്. നോ പാർക്കിംഗ് വെക്കുന്നതോടൊപ്പം തന്നെ അതുപോലെ തന്നെയാണ് നമുക്ക് പാർക്കിങ്ങിനും സ്ഥലം കണ്ടെത്തി കൊടുക്കണം. ഓണമൊക്കെയാണ് വരുന്നത്, അതുകൊണ്ട് ഷോപ്പിംഗ് വരുന്നവരായാലും പോത്തങ്കോട് വഴി പാർക്ക് പോകുന്നവർക്കും പാർക്കിങ്ങിന് കൂടി സ്ഥലം, നോ പാർക്കിംഗ് മാത്രമല്ല പാർക്കിങ്ങിന് കൂടി ഞങ്ങൾ സ്ഥലം കണ്ടെത്തും. പിന്നെ അതുപോലെ ഇതിനോട് എല്ലാവരുടെ സഹകരണം വേണം. പൊതുജനങ്ങളുടെ ആയാലും ഈ ഭാഗത്തുള്ള എല്ലാ പൊതുജനങ്ങളുടെ സഹകരണം വേണം. പിന്നെ വ്യാപാരി വ്യവസായികളുടെയും തൊഴിലാളികളുടെയും എല്ലാവരുടെ സഹകരണം വേണം. നിലവിൽ എല്ലാവരും തന്നെ നന്നായിട്ട് സഹകരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വൺ വേ വരുന്ന ഭാഗത്തൊക്കെ അണ്ടർ ട്രാഫിക്കാണുള്ളത്, അതായത് ട്രാഫിക് കണ്ടീഷൻ കുറഞ്ഞ ഏരിയകളാണ്. അപ്പോൾ ആ ഭാഗത്തേക്ക് നമുക്ക് ഇങ്ങനെ പാർക്കിങ്ങിനുള്ള ഏരിയ നമുക്ക് കണ്ടെത്തി കൊടുക്കാൻ കഴിയുന്നതാണ്. അതിൻ്റെ അധികൃതരുമായിട്ട് ആലോചിച്ച് അതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ഇത് നല്ല രീതിയിൽ ഇവിടെ ഒരു ട്രാഫിക് കൺജക്ഷൻ ഇല്ലാതെ ഇപ്പോൾ നിലവിലത്തെ അവസ്ഥയിൽ ഈ പോത്തങ്കോട് ജംഗ്ഷനിലേക്ക് കടന്നു വരുമ്പോഴത്തേക്ക് നല്ല വീതിയുള്ള റോഡ് വന്നിട്ട് ഒരു ബോട്ടിൽ നെക്ക് പോലെ ഞെരുങ്ങിയാണ് വരുന്നത്. 200ഓളം ആംബുലൻസുകളൊക്കെ നമ്മുടെ മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് പോകാനായിട്ട് ഈ റോഡാണ് സാധാരണ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കാരണവശാലും അത്തരത്തിൽ അവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിലത്തെ അവസ്ഥയിൽ നമ്മൾ 4 ദിവസമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഒരു ട്രാഫിക് ബ്ലോക്ക് ഇല്ലാതെ ആണ് ഇപ്പോൾ ഈ ജംഗ്ഷൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പൊതുജനങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ നേരിട്ട് അറിയിക്കാം. RTO എൻഫോഴ്സ്മെൻറ്റിനായിട്ട് നേരിട്ട് അറിയിക്കാൻ പറ്റുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങളും ഞങ്ങൾ അതിന് വില കൊടുക്കുന്നതാണ്. ഇന്നലെ ഒരു റിവ്യൂ ഉണ്ടാകും. അതിനോടൊപ്പം തന്നെ കുറച്ച് കാര്യങ്ങളോട് ഞങ്ങൾ ആഡ് ചെയ്തിട്ട് മാറ്റങ്ങൾ വരുത്തേണ്ട നിങ്ങളോട്ടൊക്കെ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതായിരിക്കും.